ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് മുതൽ നമ്മൾ ഒരു വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെ വീഡിയോയ്ക്ക് അത് പ്രത്യേകിച്ചൊന്നുമില്ല, എങ്ങനെ വ്ളോഗ് ചെയ്യാം, നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം നമ്മൾ രാവിലെ കാഞ്ഞിരപ്പള്ളി വീട്ടിൽ വരെ പോകുന്നു. ഓക്കെ, അതാണ് പരിപാടി. ഓക്കെ വലുമേ, പോയിട്ട് വരാം. ബൈ, ടാറ്റ. പിന്നെ എല്ലാവരും കാണാം. ഓക്കെ, നമ്മൾ സ്കൂട്ടറിലാണ് പോകുന്നത്. അതൊന്നും വിഷയമല്ല. അപ്പോൾ പോയിട്ട് വരാം. ബൈ. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഇതാണ് എൻ്റെ ഹെൽമെറ്റ്. ഞാനിവിടുത്തെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ വണ്ടി ഇങ്ങനെ നമ്മൾ ഓടി പോകുമ്പോൾ ഇതിൻ്റെ വ്യൂ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. പെട്രോൾ കുറവാണ് എന്നാണ് തോന്നുന്നത്. ആണെങ്കിൽ ഓടിക്കുമ്പോൾ നമുക്കറിയാം. ഫോൺ എടുത്തു, എല്ലാ സാധനങ്ങളും എടുത്ത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഭാഗം നമ്മുടെ വീടിൻ്റെ ഇവിടെ അടുത്ത് വരെ പൊളിച്ചിട്ടേക്കുവാണ്. അതിൻ്റെ കുറച്ച് പാടാണ് പോകാൻ, എങ്കിലും കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ കുഴപ്പമില്ല. അങ്ങോട്ട് നമ്മൾ നേരെ കാഞ്ഞിരപ്പള്ളിക്കാണ് പോകുന്നത്. കാഞ്ഞിരപ്പള്ളിക്ക്. ഓക്കെ, ഇതെന്താണ് ഇവിടെ മണലൊക്കെ കിടക്കുന്നല്ലോ. വളമെങ്കിൽ തന്നെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ തെന്നി വീഴും. അതാണ് വിഷയം. ഓക്കെ, ഇന്നിപ്പോൾ 2026 ജനുവരി 1. ഇതൊരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ടാണ് ഗൈസ് ഞാൻ കാണുന്നത്. എൻ്റെ ഒരു മാറ്റത്തിൻ്റെ. ഞാനൊരു വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തു. നാണവും മാനമില്ലാതെ ഞാൻ ആൾക്കാരുടെ മുമ്പിലേക്ക് ഇറങ്ങാനും പോവുകയാണ്. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വണ്ടിയുടെ പുക തീർന്ന് കിടക്കുവാണോ എന്നൊരു സംശയമുണ്ട്. സോ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അതും കൊണ്ട് എടുക്കണം. ചിലപ്പോഴേ ഇന്ന് എടുക്കുന്നുള്ളൂ. നമുക്കൊരു സോഡയും ഒരു നാരങ്ങയും മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടായി പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് മേടിക്കണം. അപ്പോൾ അത് നമുക്ക് മേടിച്ചിട്ട് വരാം. ഓക്കെ, അത് ഞാൻ മറന്നുപോയി. ഇനിയിപ്പം അപ്പുറത്തോട്ട് പോയിട്ട് വേറൊരു കടയിൽ നിന്ന് മേടിക്കാം. ഓക്കെ, നാരങ്ങ എത്ര ചേട്ടാ? 1 കിലോ 50. ഒരു കുറച്ച് മതി. മതി. ഓക്കെ, നമുക്കിപ്പോൾ ഇനി ഒരു സോഡയും കൂടെ മേടിക്കണം. സോഡയും കൂടെ മേടിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ്. സോഡയും നാരങ്ങയും നമ്മൾ മേടിച്ചിട്ടുണ്ട്. സോഡ, നാരങ്ങ. അയ്യോ, താഴെ പോവും. അയ്യോ, അയ്യോ, നാരങ്ങയാണ്. എടുക്കാൻ പറ്റുമോ നിനക്ക്? തണുത്തു പോയോ? അത്രയ്ക്ക് തണുപ്പൊന്നുണ്ടോ? അത്ര തണുപ്പുണ്ടോ? ആര് പറഞ്ഞു? ഭയങ്കര തണുപ്പല്ലേ? വന്ന ക്ഷീണത്തിൽ ഇവിടെ കിടക്കുകയാണ് ഗൈസ്. പിന്നെ നമുക്ക് കുറച്ച് കമൻറ്റുകളൊക്കെ നോക്കാം. ഇൻസ്റ്റഗ്രാമിൽ അത് നോക്കുകയായിരുന്നു. ഇറങ്ങാനുള്ള പൂച്ച പോകുന്നു.
എങ്ങോട്ട് കുഞ്ഞാവേ നാരങ്ങ വെള്ളം? സൂപ്പർ അല്ലേ? സൂപ്പർ. ചൂടത്ത് കുടിക്കാൻ സൂപ്പർ. നല്ല തണുത്ത നാരങ്ങ വെള്ളം ചൂടത്ത് കുടിക്കാൻ നല്ല ബെസ്റ്റ് സാധനം അല്ലേ? അടിപൊളി. വണ്ടി മുഴുവൻ ഭയങ്കര ചെളിയാണ്. ഒന്ന് കഴുകിയാലോ? കഴുകണം. കഴുകിയാലോ എന്ന് ആലോചിക്കുന്നു. കഴുകിയാലോ? നീ കൂടാവോ? മതി അല്ല പോരാ, ഇച്ചിരി കൂടെ. മതി. പച്ചമുളകല്ല നമ്മളെ കൊരിഞ്ഞത്. ഇങ്ങോട്ട് ഞാൻ കൂട്ടിക്കണം. നല്ലതല്ലേ ഇങ്ങനെ വെക്കുന്നേ? അമ്മ ഇങ്ങനെ വെച്ച് നല്ലതായിരുന്നു. നിന്റെ പാത്രത്തിൽ കാണിച്ചില്ല. അങ്ങനെ ഊണ് കഴിഞ്ഞ് ഗൈസ്. ഇനിയിപ്പം വയറ് നിറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നു. നല്ല സാമ്പാർ, എന്നായിരുന്നു, രസം, അച്ചാറ്, അതെല്ലാം കൂടെ കൂട്ടി നല്ല ഊണാണ്. നല്ലരി നല്ല വയറ് നിറഞ്ഞു പോയി. ഇനി എന്താണ് പരിപാടി? കളിക്കണോ? അയ്യോ കളിക്കണോ? എപ്പോഴും എന്നെ കളിക്കാനാടി വാവച്ചി? എന്നെ കളിക്കാനാ? അതിന്റെ ബാക്കി പീക്കാച്ചു. ഞാനങ്ങനെ ഭാഗ്യപരീക്ഷണങ്ങളൊന്നും നടത്താത്തതാണ് ഗൈസ്. പിന്നെ ഇന്ന് പുതുവത്സരമായതുകൊണ്ട് നമ്മൾക്കൊരു ഭാഗ്യപരീക്ഷണം നടത്താം എന്ന് വെച്ചിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോട്ടറി എടുത്താണ്. എൻ്റെ നമ്പർ നിങ്ങൾ കണ്ടോ? 6850 ഗൈസ്. അതിൻ്റെ നമ്പർ 6850. ചതി പറ്റി ഗൈസ്, ചതി പറ്റി. എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ? 6849. 6849 ഗൈസ്. ഫോർത്ത് പ്രൈസ് 5000 രൂപ പോയി ഗൈസ്. എങ്കിലും നമ്മുടെ അടുത്താണ് ഭാഗ്യം. സോ നമ്മൾ വിട്ടുകൊടുക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. നമുക്കപ്പം ലോട്ടറി അടിക്കാത്തതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ്, ഇതൊരു തുടക്കമാണ്. നമുക്കൊന്ന് തുടങ്ങി വെച്ചതാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊന്ന് തുടങ്ങി വെച്ചതാണ്. പിന്നെ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഒരു വ്ളോഗ് രീതിയിൽ നമുക്ക് മുമ്പോട്ട് അടിപൊളിയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അമ്പലത്തിൽ ഉത്സവമാണ്, അതുകൊണ്ട് പാട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.